9M730 ബിയർ വെസ്നിക്. ഇത് ഒരു ആണവോർജം ഉപയോഗിക്കുന്ന റഷ്യൻ ക്രൂയിസ് മിസൈലാണ്. ആ ഒരു ക്രൂയിസ് മിസൈലിന്റെ പ്രത്യേകത നമുക്കറിയാം. ആണവോർജമാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന സോഴ്സ് ഓഫ് എനർജി. നമ്മുടെ ഇലക്ട്രിസിറ്റിക്ക് ആണെങ്കിലും മറ്റു പല സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ അപകടമാണ് ഇന്ന് പലപ്പോഴും ആ ഒരു ആണവോർജം ഉപയോഗിക്കാനായിട്ടുള്ള ഒരു വിമുഖത പല രാജ്യങ്ങളും കാണിക്കുന്നത്. നമുക്കറിയാം, ഏകദേശം ഒരു 10-12 വർഷം മുമ്പ് ജപ്പാനിലൊരു സുനാമി അടിച്ച സമയത്ത് അവരുടെ തീരപ്രദേശത്തിനോട് ചേർന്നിട്ട് ഒരു ന്യൂക്ലിയർ പവേർഡ് പ്ലാന്റ് ഉണ്ടായിരുന്നു, വലിയൊരു ന്യൂക്ലിയർ പവേർഡ് പ്ലാന്റ്. അതിനെ ഈ സുനാമി അടിച്ച് വളരെ വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടാക്കിയത്. കാരണം ഈ റേഡിയേഷൻ അവിടെ പടർന്നു. അപ്പം ആ കാലഘട്ടത്തിൽ ഞാൻ അവിടെ ടോക്കിയോയ്ക്ക് അടുത്തായിട്ട് യൊക്കോട്ട എയർഫോഴ്സ് ബേസ് എന്ന് പറഞ്ഞൊരു ബേസ് ഉണ്ട്. അവിടെ ഞാൻ പോയിപ്പോൾ അപ്പോൾ അവിടുത്തെ ഉള്ളൊരു ബാരക്സും അതിൻ്റെ ബിൽഡിങ്ങുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വെള്ളം അവിടെ നിന്ന് കുടിക്കാൻ പറ്റില്ല. കാരണം സാധാരണ രീതിയിൽ ഇപ്പോൾ ഇവിടെയുള്ള ഒരു സിറ്റി വാട്ടറൊക്കെ നമുക്ക് ഡയറക്റ്റ് കുടിച്ചാലൊന്നും സംഭവിക്കില്ല. പക്ഷെ അന്ന് അവിടുന്ന് സിറ്റിയിലെ ആ ഒരു ഡയറക്റ്റ് പൈപ്പിൽ നിന്ന് വരുന്ന ആ ബേസിനുള്ളിൽ, യൊക്കോട്ട എയർഫോഴ്സ് ബേസിൻ്റെ ഉള്ളിലെ വെള്ളം കുടിക്കാണ്ട് അപ്പം നമ്മൾ പോയി വെള്ളം വാങ്ങി കൊണ്ടുവരേണ്ടി വന്നു. അപ്പം ഈ ന്യൂക്ലിയർ ഇതുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിന്ന് സോളാർ നോക്കുന്നു, പിന്നെ ഹൈഡ്രോ കാർബൺസ്, ഫോസിൽ ഫ്യൂവൽസ്, അതായത് നമ്മളിപ്പോൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇതൊക്കെ മലിനീകരണം ഉണ്ടാക്കുന്നു. അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ കോൾ ജനറേറ്റഡ്. ഇപ്പോൾ ട്രംപ് കോളിൻ്റെ പിന്നെയല്ലേ, കൽക്കരി കൊണ്ട് ഇതുണ്ടാക്കുന്ന ഇതിലാണ് ട്രംപ് പോകുന്നത്. അതൊക്കെ കുറെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ന്യൂക്ലിയർ പവേർഡ് എനർജി എന്ന് പറഞ്ഞാൽ അത് ശാശ്വതമായിട്ടുള്ള വളരെയധികം നമുക്ക് എനർജി പവർ നൽകുന്നു. വളരെ ഇത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സബ്മെറീൻസ്, നിങ്ങൾ കേട്ട സബ്മെറീൻ, ന്യൂക്ലിയർ പവേർഡ് സബ്മെറീൻസ്. പിന്നെ അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ USS എന്റർപ്രൈസ് ആണെന്ന് തോന്നുന്നു, അത് ന്യൂക്ലിയർ പവേർഡാണ്. അതിന്റെ പ്രത്യേകത അതിങ്ങനെ കുറഞ്ഞ ചെലവിൽ കണ്ടമാനം ഇത് ചെയ്യാൻ സാധിക്കും. പവർ ഉൽപ്പാദിപ്പിക്കാൻ, എനർജി ഉൽപ്പാദിപ്പിച്ചിട്ട് അതിനെ കൊണ്ട് ആ ഒരു യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ ബൂർസ് വെസ്നിക് എന്ന് പറഞ്ഞ ഒരു ക്രൂയിസ് മിസൈൽ. ഇത് റഷ്യ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെയധികം അവർ പ്രൊപ്പഗേറ്റ് ചെയ്യണം. അവർ പറയുന്ന ഈ സാധനങ്ങൾ പുറത്തു വിട്ടാലുണ്ടല്ലോ യുക്രൈനും ഉണ്ടാവില്ല, അമേരിക്ക ഉണ്ടാവില്ല. അവർ പറയുന്നതിന് ദൂരപരിധിയില്ല. ഇപ്പൊ നമ്മളൊരു ICBM, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ അതിന്റെ റേഞ്ച് ഇപ്പൊ ഇന്ത്യക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ 5000 മൈൽ പോകുന്നത്, 5000 കിലോമീറ്റർ പോകുന്നത്, 10000 കിലോമീറ്റർ, 15000 കിലോമീറ്റർ ഒക്കെയാണ് മാക്സിമം പോകാവുന്നത്. അത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. ഇത് ക്രൂയിസ് മിസൈലാണ്. ഇതുമായിട്ട് വരുന്ന ഇപ്പോഴത്തെ ഒരു ചർച്ചയ്ക്ക് ആസ്പദം എന്ന് പറഞ്ഞാല് ടോമഹോക്ക് ക്രൂയിസ് മിസൈൽസ്. അത് ട്രംപ് ഇതുവരെ യുക്രൈനോ സെലൻസ്കിക്കോ കൈത്തോടാൻ കൊടുത്തിട്ടില്ല. ദൂരം ഇതുള്ള കാരണം അത് കൊടുക്കുന്ന നിമിഷം റഷ്യയുടെ ഉള്ളിലേക്ക് ഇവന്മാര് തുരുതുരേന്ന് ഈ ഇത് വർഷിക്കും. ടോമഹോക്ക് അത് റഷ്യക്ക് വലിയ നഷ്ടം ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ റഷ്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടാണ്. പക്ഷെ റഷ്യ അതിനു വേണ്ടി പറയുന്നത് ഞങ്ങൾ ബൂർ വെസ്നിക് എന്ന് പറഞ്ഞ ഈ അണുവായുധം കൊണ്ടുണ്ടാക്കിയ ക്രൂയിസ് മിസൈല് അമേരിക്കയ്ക്കെതിരെ പോലും ഉപയോഗിക്കുന്നതാണ്. അതൊരു വാണിംഗ് ആണ്. എന്നാൽ അമേരിക്ക 1950കളില് പ്രൊജക്ട് പ്ലൂട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതേ സാധനം ഉണ്ടാക്കിയിരുന്നു. അത് സക്സസ് ആവാത്തത് സാധനത്തിന്റെ ഡേഞ്ചറും ന്യൂക്ലിയർ പവേർഡും തന്നെയല്ല, അതിന്റെ സക്സസ് റേറ്റ് കുറവുള്ളത് കൊണ്ട് അമേരിക്ക ഇന്നവരെ അതിനെ ഡിപ്ലോയ് ആക്കിയിട്ടില്ല, എവിടെയും ഉപയോഗിക്കാനോ ഒന്നും സാധിക്കാത്തത്. അതേ സാധനമാണ് ഇപ്പൊ റഷ്യ ഭീഷണിയായിട്ട് കൊണ്ടുവന്ന് ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഈ സാധനം ഉപയോഗിക്കും, നിങ്ങളെ നശിപ്പിക്കുക, എല്ലാവരും നശിപ്പിക്കുന്ന പറയുന്നത്. ഈ സാധനം 15 ടെസ്റ്റ് നടത്തിയതിൽ 13 തോറ്റിരിക്കുകയാണ്. ഇന്ന് റഷ്യ പറയുന്ന ക്രൂയിസ് മിസൈൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 2 തരം മിസൈലുകളുണ്ട്. ഒന്ന് ക്രൂയിസ് മിസൈലും പലതരത്തിലുള്ള മിസൈലുകളിൽ പിന്നെയുള്ളത് ബാലിസ്റ്റിക് മിസൈലും. ഇപ്പൊ ഇന്ത്യ ഉണ്ടാക്കുന്ന ICBMന്റെ അതിന്റെ തലപ്പത്ത് അബ്ദുൾ കലാമിന്റെ ശിഷ്യ ടെസി ജോർജ് എന്നാണ് തോന്നുന്നു പേര്. ടെസി എന്ന മലയാളിയാണ് ഇതിന്റെ തലപ്പത്ത്. ഇന്ത്യയുടെ ഈ പറഞ്ഞ ഇതിന്റെ ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ തലപ്പത്തിരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു മലയാളിയാണ്. അപ്പൊ ഈ ബാലിസ്റ്റിക് മിസൈൽസ് വെച്ചിട്ട് പണ്ട് ചൈന സാറ്റലൈറ്റ്സ് പോലും അടിച്ചിടുന്ന ഒരു ഇതുണ്ടായി.
ഈ അമേരിക്കനെ പേടിപ്പിക്കാൻ വേണ്ടി അന്ന് ബുഷ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ബുഷ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബുഷും ഒരു ICBM വിട്ടിട്ട് ഒരു സാറ്റലൈറ്റ്, അത് ആ സാറ്റലൈറ്റ് താഴേക്ക് വരുന്നു. കാരണം അമേരിക്കയോട് ചെന്നിട്ട് പറയാം, അമേരിക്കൻ ജനങ്ങളോട് പറയാൻ പറ്റില്ല ഞങ്ങൾ വെറുതെ പരീക്ഷണമാണെന്ന്. അപ്പൊ ബുഷ് പറഞ്ഞത് ഒരു സാറ്റലൈറ്റ് ഇപ്പൊ താഴേക്ക് വീഴും, അതിന് നമ്മൾ വെടിവെച്ച് തകർത്തിടണമെന്നും പറഞ്ഞിട്ടാണ് ആ ടെസ്റ്റ് ബുഷിന്റെ കാലഘട്ടത്തിൽ നടത്തിയത്. അതൊരു ICBM ആയിരുന്നു, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വെച്ചിട്ടാണ് ആ പരീക്ഷണം ബുഷ് അന്ന് നടത്തിയത്. ഇത് പറയുന്ന ക്രൂയിസ് മിസൈലുകൾ ഈ ടോമഹോക്ക് മിസൈലിൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ റഷ്യയുടെ പരിപാടി അത് തീർന്നു. ടോമഹോക്ക് അത് ട്രംപ് കൊടുത്തിട്ടില്ല. ട്രംപും ഒരു ഭീഷണിയിൽ അങ്ങോട്ട് വെച്ചേക്കാം, ഞാൻ ഈ സാധനം അങ്ങോട്ട് കൊടുക്കും, ആ സാധനം റഷ്യയുടെ ഉള്ളിൽ ചെന്നിട്ട് റഷ്യക്ക് വൻ നാശനഷ്ടം ഉണ്ടാക്കും ടോമഹോക്ക് മിസൈൽസ്. അതാണ് അമേരിക്കയുടെ ഒരു തുറുപ്പ് ചീട്ടാണത്. അതൊരു ക്രൂയിസ് മിസൈൽ. ഇപ്പം നമ്മളുടെ ഇന്ത്യയുടെ ബ്രഹ്മോസ് ശബ്ദത്തെക്കാളും വേഗം. അപ്പൊ ഈ ബ്രഹ്മോസും ടോമഹോക്കൊക്കെ ലോകത്തിന് തന്നെ വലിയ ഇതാണ്. അതായത് വലിയ ഭയങ്കര പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ അടിച്ചു നിരത്തിയത് ബ്രഹ്മോസ് മിസൈലുകളാണ്. അതിന്റെ വലിയ ആ ഒരു ഇതോടുകൂടി കണ്ടമാനം ഓർഡർ ബ്രഹ്മോസിന് വന്നു ഇന്ത്യക്ക്. ഇന്ത്യ ആയുധ കച്ചവടത്തിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ. ഒപ്പം തന്നെ S-400 ആയിരുന്നു അതിന്റെ ഇന്ത്യയുടെ തുറപ്പിച്ചിട്ട്. അപ്പൊ അതുപോലെയുള്ള ഒരു ടോമഹോക്ക് മിസൈല് യുക്രൈന് കിട്ടുന്ന വേളയിലാണ് ഈ പുടിൻ ഇതുപോലെ ഒരു ഭീഷണി വെച്ച് ഞങ്ങളുടെ ഇത് ഈ സാധനം ഉണ്ട്, ഇതിന് ദൂരപരിധിയില്ല, അമേരിക്കയിൽ വരെ എത്തുമെന്നുള്ളൊരു ഭീഷണിയാണ് ബൂർ വെസ്നിക് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ടോമഹോക്ക് കിട്ടിയാൽ റഷ്യയുടെ ഈ സാധനം വർക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ കാരണം സംശയമുണ്ട്. കാരണം 15 പരീക്ഷണത്തിലും 13 തോറ്റിരിക്കുകയാണ്. അപ്പൊ ഈ സാധനം അവരിറക്കി കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ സ്ഥാനത്ത് അവരുടെ റഷ്യയുടെ പരിധിക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പരിപാടി തീരുന്നൊരു ഇതാണ്. അപ്പൊ എവിടേക്കാണ് യുക്രൈൻ യുദ്ധം ഇനി എത്തിപ്പെടുക എന്നുള്ളത് ഈ മിസൈലുകളുടെ ഒരു പ്രവർത്തനക്ഷമത അനുസരിച്ചിരിക്കും. ടോമഹോക്ക് കിട്ടിയാൽ ടോമഹോക്ക് പരീക്ഷിച്ച് വിജയിച്ചതാണ്. ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ റഷ്യക്ക് കുറച്ച് പണിയുണ്ടെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക.